ഹലോ ഗൈസ്, ഞാനപ്പോൾ എൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ് കോതകുറിശി. അപ്പോൾ ഇന്നലെ നൈറ്റ് കോളേജ് കഴിഞ്ഞിട്ട് ഒരു 7:30 ആയി എത്തിയപ്പോൾ നൈറ്റ്. അതിന് ശേഷം ഞാൻ അച്ഛനും അമ്മക്ക് കൂടിയിട്ട് പൂരമാണ് നാളെ. അത് പറയട്ടെ, നാളെ ഇവിടുത്തെ കാവിലെ ചേർമ്പറ്റ ഭഗവതിയുടെ പൂരമാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് എത്തിയിട്ട് പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അമ്പലത്തിൽ പോയി. പിന്നെ അപ്പോഴേക്കൊരു വണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ടൊരു 11:30 ആകുമ്പോൾ അല്ലച്ച 11:30 അല്ലേ? 11:45 ആകുമ്പോഴാണ് വീട്ടിലെത്തിയത്. ഒരു വേലൊക്കെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ബസ് വരാറായി തോന്നുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ പൂരപ്പറമ്പിലേക്കല്ല പോണത്, നമ്മൾ സുധർമ്മ ലാബിലേക്കാണ്. അവിടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം പോണത്. അതിന് ശേഷം വീണ്ടും വൈകിട്ട് പൂരം കാണാനായിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ പോവല്ലേ അച്ഛാ? ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് ഞങ്ങളുടെ മലയാണ്, അനങ്ങമല. അത് കോതർശിന്ന് വരുന്ന റോഡാണ് ഈ റോഡ്. അങ്ങനെ വന്നിട്ട് അത് വീട്ടിലേക്കുള്ള റോഡാണ്. താഴല്ല അച്ഛ, താഴല്ലേ വീഡിയോ ഒക്കെ തന്നെയാണ് നടന്നത്. ബ്ലഡ് യൂറിനും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഒരു 1.5 അവർ പിടിക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ടേ എന്ന് കേട്ടിട്ട് ഞങ്ങളിവിടെ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ളതല്ലോ. അപ്പോൾ അവിടേക്ക് പോയോണ്ടിരിക്കുക. വെയിലുണ്ട്, പക്ഷെ എന്നാലും ഒരു മങ്ങലുണ്ട്, വെയിലിന്. അപ്പോൾ ഞങ്ങളൊരു ചായ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ളൊരു കടയാണ്. ഇവിടെ സ്നാക്സിനൊക്കെ 7 രൂപയാണുള്ളൂ കേട്ടോ. പഴംപൊരിക്ക് മാത്രം 10, ബാക്കി എല്ലാത്തിനും 7 രൂപ. അപ്പോൾ അവിടെ നിന്ന് അച്ഛനൊരു ചായയും ഞാൻ സർബത്തും പിന്നെ ഞങ്ങൾ സ്നാക്സും കഴിച്ചു. അത് 7 രൂപ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിപ്പം തന്നെ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, വീട്ടിലെത്തി. ഇപ്പോൾ വീട്ടിലെത്തി എന്ന് പറയുമ്പോൾ വളരെ ലേറ്റായി. ഒരു 3:30 ആകുമ്പോഴാണ് എത്തിയത്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ നല്ല മഴക്കാറുണ്ട്, അതായത് കുറച്ച് നേരമായി നല്ല മഴക്കാറും നല്ല ഇടി വെട്ടുണ്ട്. എവിടെയോ ഒരു സൈഡിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു എഫക്റ്റാണ് കാണുന്നത്. ഇവിടെയും ജസ്റ്റ് ചാറിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ മഴ പെയ്യും എന്ന് തോന്നുന്നു. അങ്ങനെ പെയ്യാണെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാകും, കാരണം ഭയങ്കര വെയിലല്ലേ ഉള്ളത്. അപ്പോൾ അതിന് കുറച്ചൊരു ആശ്വാസം കിട്ടും. അതേപോലെ നമ്മുടെ ആനകൾക്കും ഭയങ്കര സുഖമായിരിക്കും തോന്നുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങാറ് ഇവിടുന്ന്, കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തന്നെ ഒരു 12:30 ആവാറുണ്ട്. വളരെ ലേറ്റായിട്ടാണ് ഞാനും അച്ഛനും തിരിച്ചു വരാറുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് വരാറ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ ഓരോരുത്തരും അങ്ങനെ പോയി തുടങ്ങുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുള്ളൂ. ഇനി അവിടുത്തെ ഞാൻ പൂരത്തിൻ്റെ സാധനങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തേരുണ്ടായിരിക്കും, വലിയൊരു തേരുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കാളകൾ, പിന്നെ തിറ, ശിങ്കാരിമേളം, ഇതൊക്കെ നമുക്ക് കാണാം. പിന്നെന്താ പറയാനുള്ളത്, അങ്ങനെ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം. പിന്നെ കുറേ ചെണ്ടകളുണ്ടാവും. അതല്ലേ ഞാൻ പറഞ്ഞ്, ശിങ്കാരിമേളം ഉണ്ടാവും, കൊട്ടുണ്ടാവും, പിന്നെ നമ്മുടെ മറ്റേ തമ്പോലം ഉണ്ടാവും. പിന്നെ വേറെന്താ, തമ്പോലല്ലാണ്ട് വേറെ പറയല്ലോ, വേറെന്താ വെച്ചാ അത് വേറെന്തൊരു പേര് പറയല്ലോ അതിന്. നാസിക് ഡോൾ ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ഉണ്ടായിരിക്കും. പിന്നെ പലരും പല ഓരോ കമ്മിറ്റിയിലത്തെ ആൾക്കാരും പല ഇതിട്ടിട്ട് എന്താ കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് കാണാം. ഭയങ്കര തിരക്കാവും ഉണ്ടാവുക കേട്ടോ. പക്ഷെ ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ
ഇവിടെ അടുത്ത് തന്നെ കാളിയാവില് പൂരണ്ട്. കിഴൂർ റോഡ് എന്ന് പറയാം. അവിടത്തെ പൂരം കൂടിയാണ് കിഴൂര കാളിയാവ് എന്നുള്ളത്. അപ്പൊ അവിടത്തെ പൂരം കൂടിയാണ് ഇന്ന്. അപ്പൊ രണ്ടും ഏകദേശം അടുത്തടുത്താണല്ലോ വരുന്നത്. അപ്പൊ ഇന്നത്തെ തിരക്ക് എന്താണെന്ന് പോയിട്ട് കണ്ടാൽ തന്നെയാണ് അറിയുള്ളൂ എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. മഴയും വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. മഴ വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാട്ടോ മഴയുടെ അറ്റ്മോസ്ഫിയർ എന്താന്നുള്ളത്. പിന്നെ ചെറുതായിട്ടൊരു മരുന്ന് പണി ഉണ്ടാവും, കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇവിടെ അതാണ് ഒരു ഇതുള്ളത് എന്ന് വെച്ചാല് നമ്മുടെ മരുന്ന് പണി, അതായത് വെടിക്കെട്ടില്ലേ, അത് അധികം ഉണ്ടാവാറില്ല. നല്ല വലിയ പൂരം തന്നെയാണ് ഇവിടുത്തെ. പക്ഷെ വെടിക്കെട്ട് മാത്രം വളരെ പരിമിതമായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മുടെ മറ്റേ കളർ വെടിക്കെട്ട് അത് മാത്രം ഉണ്ടാവും ലാസ്റ്റ്. പക്ഷെ അത് പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെന്താ പറയാനുള്ളത്, ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് മഴയുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്താണുള്ളത് കേട്ടാ. നമ്മുടെ ചെടികളിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. മഴ നന്നായി പെയ്തിട്ടൊന്നുമില്ല, ഒന്ന് ചാറിയിട്ടുള്ളൂ. സമയം എത്രയപ്പം സമയം 4 മണി ആവണുള്ളൂ. അപ്പോഴേക്കും കണ്ട മഴക്കാറ് കാരണം ഇരുണ്ട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ മാവില് മാങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. കറുത്ത മൂവാണ്ടൻ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലേക്കും നിറയെ ഉണ്ട് തോന്നുന്നു. നോക്കാം. കുറേ നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേ പോണ്ട് വരും. അങ്ങനെ ഞാനും അച്ഛനും പൂരം കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിച്ചില്ലേ? ചായ കുടി കഴിഞ്ഞില്ലേ ചോദിക്കാം. അതെ. നല്ല തിരക്കാവില്ലേ? അതെ. നടന്നോട്ടെ. ശരി. മേലെന്ന് മഴ ഒന്ന് ചാറിപ്പോയ കാരണം ഇപ്പോൾ അതായത് ഇപ്പോഴും മൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് വെയിലില്ല, നല്ല സുഖമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. വെയിലില്ലല്ലോ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വേലയൊക്കെ അമ്പലത്തിലേക്ക് എത്താറായിട്ടുണ്ടാവും. കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തെരക്കൊക്കെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു പൂരത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എന്നിരുന്നാലും ഇവിടെയും ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. തുടങ്ങാറായില്ലേ? എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ.
ആ, ഈ നാളെ